ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് പിക്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ എന്ത് മേജർ ചേഞ്ചാണ് നടക്കാൻ പോകുന്നത് എന്ന് നോക്കാനാണ്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ കുറേ നാളായിട്ട് സ്റ്റക്കായിട്ടിരുന്ന ആ ഒരു കാര്യം അതിലൊരു ഗതി ഉണ്ടാവാൻ പോകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ കരിയർ റിലേറ്റഡ് ആയിട്ടാലും പേഴ്സണൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടാലും പല ആൾക്കാർക്കും പല കാര്യങ്ങൾ സമയത്തിന് നടക്കും. പക്ഷെ നിങ്ങളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ നിങ്ങളുടെ പല കാര്യങ്ങളും സമയത്തിന് നടക്കത്തില്ല, എല്ലാം ഡിലേ ആകുന്നു. ഇവിടെ നിങ്ങൾക്കായാലും നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കായാലും അതായത് സന്തോഷം കിട്ടുവാൻ കുറച്ച് സമയമെടുക്കുന്നു, തടസ്സം വരുന്നു എന്ത് കാര്യത്തിനും. അതായത് എന്ത് കാര്യമാകട്ടെ പെട്ടെന്ന് നിങ്ങൾക്ക് കിട്ടത്തില്ല, കുറച്ച് സമയമെടുത്താണ് കിട്ടുന്നത്. സമയം കൂടുതലായിട്ട് നിങ്ങൾക്ക് വേണ്ടി വരുന്നു എന്ത് കാര്യത്തിനും, അത് നിങ്ങൾക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം മാറുന്നതാണ്. അതായത് ഇനി നിങ്ങൾക്ക് എന്ത് വർക്കായാലും അതിലൊരു സന്തുഷ്ടി വരത്തില്ല. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു കരിയർ ലഭിച്ചു, ആ ഒരു കരിയറിൽ നിങ്ങൾക്ക് ഒട്ടും തന്നെ സന്തുഷ്ടി ഇല്ലായിരിക്കും. ഇതിനെക്കാട്ടി നല്ല കരിയറിൽ ജോലി കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾ പുതിയ പുതിയ അവസരങ്ങൾ കണ്ടുപിടിച്ച് വർക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഈ ലോകത്തിലുള്ള ആൾക്കാരെല്ലാം ചിലപ്പോൾ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ സന്തുഷ്ടി ഉള്ളവരായിരിക്കാം. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന വർക്കിൽ ഒട്ടും തന്നെ സന്തുഷ്ടി ഇല്ലായിരിക്കാം. കാരണം കുറച്ചും കൂടെ നല്ലതായിട്ട് ചെയ്യാമെന്നുള്ള തോന്നൽ നിങ്ങളിൽ വരും. ഇതപ്പോൾ നല്ല കാര്യമാണ്. ഒരു വ്യക്തി എത്ര ടോപ്പിലെത്തിയാലും അവർക്ക് ഒരു അഹങ്കാരം ഉണ്ടാവത്തില്ല, ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവത്തില്ല. വീണ്ടും വീണ്ടും ടോപ്പിലെത്തണമെന്നുള്ള തോന്നൽ മാത്രമായിരിക്കും ഉണ്ടാവുന്നത്. ഇത് നല്ലൊരു കാര്യമാണ്. നിങ്ങളുടെ ഈ ഒരു ക്വാളിറ്റി വളരെ നല്ല ക്വാളിറ്റിയാണ്. അതായത് എത്ര തന്നെ അറിവ് കിട്ടിയാലും എൻ്റെ അറിവ് എനിക്ക് ഒട്ടും തന്നെ തൃപ്തിയാവുന്നില്ല, ഇനിയും അറിവ് നേടണം, അങ്ങനൊരു ക്വാളിറ്റി ഉണ്ടാവുന്നത് നല്ലതാണ്. നിങ്ങളുടെ ആ ഒരു കൺഫ്യൂഷൻ എന്താണോ അത് ദൂരെ മാറുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഒരു വ്യക്തി റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻ ആണെങ്കിലോ ഒരു സിറ്റുവേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻ ആണെങ്കിലോ എന്ത് കൺഫ്യൂഷൻ ആകട്ടെ അത് മാറുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്ത് കൺഫ്യൂഷനാണോ നിങ്ങൾക്കുള്ളത് ആ ഒരു കൺഫ്യൂഷൻ മാറിയിട്ട് നിങ്ങൾക്കൊരു ക്ലാരിറ്റി ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇനി നിങ്ങളുടെ എന്താണോ വർക്ക് ആ ഒരു വർക്ക് ഒരിക്കലും പാഴായി പോവത്തില്ല. നല്ല രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. അതായത് മുമ്പ് നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്താലും അതിൻ്റെ ബലം നിങ്ങൾക്ക് ലഭിക്കില്ലായിരുന്നു. പക്ഷേ ഇനി അങ്ങോട്ട് എന്ത് കഠിനാധ്വാനം ചെയ്താലും അതിൻ്റെ ബലം നിങ്ങൾക്ക് കിട്ടും. ഇത് നിങ്ങളുടെ ആ ഒരു ലൈഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു സ്ഥലത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നം വരുന്ന നിങ്ങളത് അവസാനിക്കുമ്പോൾ അടുത്ത സ്ഥലത്തുനിന്ന് പ്രശ്നം വരും. അപ്പോൾ നിങ്ങളിങ്ങനെ ഓരോ പ്രശ്നങ്ങളുടെ ഇടയിൽ കിടന്ന് കൺഫ്യൂഷൻ ആകുന്ന അവസ്ഥയിലാണ്. പക്ഷേ ഇനി അങ്ങോട്ട് പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ഒരു ബാലൻസ് ഉണ്ടാവും. ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ ആകുന്ന സ്ഥിതി, ഭയങ്കരമായിട്ട് ടോക്സിക് ആയിട്ടുള്ള സിറ്റുവേഷൻ അതൊന്നും ഉണ്ടാവത്തില്ല. ഇവിടെ പേഴ്സണൽ ലൈഫാണ് നിങ്ങളെ കൂടുതലായിട്ട് വിഷമിപ്പിക്കുന്നത് എന്നാണ് കാണാൻ സാധിക്കുന്നത് പ്രൊഫഷണൽ ലൈഫിനെ കാട്ടി. ഇവിടെ നിങ്ങളുടെ കുടുംബം റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റിലേറ്റഡ് ആയിട്ടോ നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ ഉറപ്പായിട്ടും ഉണ്ട്. അതുകൊണ്ട് അതാലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ആരെങ്കിലും മോശം ദൃഷ്ടി വന്ന് നിങ്ങളുടെ കുടുംബത്തിനെ തകർക്കുമോ, നിങ്ങളുടെ ജോബിനെ ഇല്ലാതാക്കുമോ, അങ്ങനെ ഒരു പേടി വേണ്ട. സംരക്ഷണം ഉണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ സാധിക്കും. ഇവിടെ കുട്ടികളുടെ ആ ഒരു ചിരി, കുട്ടികളുടെ സൗണ്ട് ഭയങ്കരമായിട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്വപ്നം കാണാൻ സാധിക്കും. കുട്ടികൾ ചിരിക്കുന്നത്, കുട്ടികൾ സന്തോഷത്തോടെ കളിച്ചുകൊണ്ടിരിക്കുന്നത്, അവരുടെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നു. അതെല്ലാം സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സന്തോഷം വരാൻ പോവുകയാണ്, ശുഭത വരാൻ പോവുകയാണ് എന്നതാണ്. നമ്പർ 5 നിങ്ങൾ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, നമ്പർ 5 555 ഇതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എന്ത് വിഷമമാണോ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇവിടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ കണ്ടു, ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു നിങ്ങൾ. പക്ഷേ ഈ ഒരു സമയം നിങ്ങളെ ഇതിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്നതാണ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാർക്കും ഓരോ സൈൻ ലഭിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ ലൈഫിൽ എന്ത് മേജർ ചേഞ്ചസ് ആണ് വരാൻ പോകുന്നത് അതനുസരിച്ച് സൈൻ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളത് മനസ്സിലാക്കുന്നില്ല. അതായത് നിങ്ങൾക്ക് ഇതുവരെ മാതൃത്വത്തിൻ്റെ സുഖം ലഭിച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾ കൂടുതലായിട്ടും കുട്ടികളുടെ വീഡിയോകളായിരിക്കും കാണുന്നത്. കുട്ടികൾ നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരുന്നതായിട്ട്, നിങ്ങളുടെ കവിളിൽ ഉമ്മ വയ്ക്കുന്നതായിട്ടുള്ള സ്വപ്നം, കുട്ടികളായിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള അങ്ങനത്തെ വീഡിയോകളായിരിക്കും നിങ്ങൾ കൂടുതലായിട്ടും കാണുന്നത്. അപ്പോൾ അതൊക്കെ ദൈവം തരുന്ന സൈനുകളാണ്.
അടുത്തിടെയായിട്ട് നിങ്ങൾ 2 ബേർഡ്സിനെ കൂടുതലായിട്ട് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് എവിടെ നോക്കിയാലും കാക്കകളാണെങ്കിലും 2, മൈനകളാണെങ്കിലും 2, തത്തകളാണെങ്കിലും 2, പ്രാവാണെങ്കിലും 2, അങ്ങനെ 2 ആയിട്ടുള്ള പക്ഷികളെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് വരാൻ പോകുകയാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ബേർഡ്സ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നല്ല കാര്യങ്ങൾ നിങ്ങൾ ആകർഷിക്കാൻ പോവുകയാണ് എന്നർത്ഥം. ഇതല്ല എങ്കിൽ ബേർഡ്സ് നിങ്ങളുടെ തലയ്ക്ക് മീതെയായിട്ട് പറക്കുന്നത്, അതും നല്ലൊരു സൈനാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിലൊരു മേജർ ചേഞ്ച് ഉറപ്പായിട്ടും ഉണ്ടാകും. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തിയാവുകയും ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു വിഷുണ്ട്. ആ ഒരു വിഷ് പൂർണ്ണമാകാൻ വേണ്ടി നിങ്ങൾ ഒത്തിരി മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുള്ളതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഒത്തിരി പ്രാർത്ഥനകളും നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ എന്ത് സന്തോഷത്തിനാണോ ഇത്രയും നാൾ കാത്തിരുന്ന ആ ഒരു സന്തോഷം നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട്, നിങ്ങളുടെ ആ ഒരു കാത്തിരിപ്പ് അവസാനിക്കുന്നതായിട്ട്, അപ്പോൾ നിങ്ങൾക്ക് തോന്നും ദൈവത്തിനോട്, ദൈവമേ ഞാൻ ഇത്രയും കാലം എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ച ആ ഒരു സന്തോഷം എനിക്ക് ലഭിച്ചല്ലോ എന്ന് പറഞ്ഞ് നിങ്ങൾ ഭയങ്കരമായിട്ട് സന്തോഷ കണ്ണുനീർ നിങ്ങളുടെ കണ്ണിൽ നിന്ന് വരും. അങ്ങനെ ഒരു നിമിഷം ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ വളരെ പെട്ടെന്നാണ് പരിവർത്തനം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ 369 796 ഇങ്ങനത്തെ ഏഞ്ചൽ നമ്പേഴ്സ് നിങ്ങൾക്ക് കൂടുതലായിട്ടും കാണാൻ സാധിക്കും. ചില ആൾക്കാർക്ക് 969 ആയിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്താണ് നിങ്ങൾക്ക് ലൈഫിൽ ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്. പക്ഷേ ഇനി നിങ്ങൾക്ക് സഡനായിട്ട് സന്തോഷവും ലഭിക്കുന്നതാണ്. കാരണം നിങ്ങൾ വിഷമം സഹിച്ചിട്ടുണ്ട് എങ്കിൽ സഡനായിട്ട് സന്തോഷം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾക്ക് സന്തോഷിക്കാൻ വേണ്ടി അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മണി ആയിരിക്കും ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ഇല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തെങ്കിലും ഒരു ഈവൻറ്റ് നിങ്ങളുടെ ലൈഫിൽ ക്രിയേറ്റ് ആവും. അങ്ങനെ നിങ്ങൾ ഹാപ്പി ആകും. ഇല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജോബ്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രമോഷൻ, നിങ്ങൾ വീട് ഷിഫ്റ്റ് ആക്കുക, അല്ലെങ്കിൽ വീട് വാങ്ങിക്കുക, അല്ലെങ്കിൽ സ്ഥലം വാങ്ങിക്കുക, എന്തെങ്കിലും നല്ല കാര്യം, എന്തെങ്കിലും ഡീല് നിങ്ങൾക്ക് ഓക്കെ ആകുന്നിട്ട് എന്തെങ്കിലും നല്ല കാര്യം ഉണ്ടാകും. അങ്ങനൊരു സംഭവം ക്രിയേറ്റ് ആകുമ്പോൾ നിങ്ങളുടെ മനസ്സ് ഹാപ്പി ആകും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു മേജർ ചേഞ്ച് വരുമ്പോൾ നിങ്ങളുടെ ആ ഒരു വസ്ത്രധാരണ രീതി, നിങ്ങളുടെ സംസാരിക്കുന്ന രീതി, നിങ്ങളുടെ റൊട്ടീൻ, നിങ്ങളുടെ ഹെയർ സ്റ്റൈൽ, നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം, എല്ലാത്തിലും ഒരു നല്ലൊരു ചേഞ്ച് ഉണ്ടാകുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അങ്ങനൊരു ചേഞ്ച് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ വരും. ഇവിടെ ഈ ഒരു പരിവർത്തനം എന്ന് പറയുന്നത് പെട്ടെന്നായിരിക്കും, നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും സമയം കിട്ടില്ല. അങ്ങനെയായിരിക്കും പരിവർത്തനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു പരിവർത്തനം ഉണ്ടാവുന്നതിന് മുന്നേ നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് വളരെ മൂഡ് ഔട്ടായിട്ടുള്ളതായിരിക്കാം. പക്ഷേ ആ ഒരു പരിവർത്തനം ഉണ്ടായതിന് ശേഷമുള്ള നിങ്ങളുടെ മൂഡെന്ന് പറയുമ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൂഡായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താ എൻ്റെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുന്നത്, ഈ മെനങ്ങാന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെയല്ലോ, ഇന്ന് എന്താ എൻ്റെ ലൈഫ് ചേഞ്ച് ആയതുപോലെ എനിക്ക് തോന്നുന്നല്ലോ. അങ്ങനെ ഒരു പരിവർത്തനമാണ് ഉണ്ടാവാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾ എന്ത് പ്രാർത്ഥനയാണോ ചെയ്തത് അത് പരിപൂർണമാവുകയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾക്ക് വയർ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു പ്രശ്നം നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് നേരെയാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വയറ് സംബന്ധമായിട്ടുള്ള ആ ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നത് നിങ്ങൾ ഒത്തിരി ജങ്ക്സ് ഫുഡ് കഴിക്കുന്ന ആളായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കഴിക്കുന്ന എന്ത് ആഹാരമാണോ അതിലൊരു ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക. എണ്ണയിലുള്ള ഭക്ഷണങ്ങൾ, ഓയിലി ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നവരാണ് എങ്കിൽ അതൊന്ന് കുറയ്ക്കുക. ഇനി നോൺ വെജ് ഭയങ്കരമായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതിലൊരു കൺട്രോൾ വയ്ക്കുക. പിന്നെ ധാരാളം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ ഇവിടെ ഒരു ലൂപ്പിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. വലിയൊരു നെഗറ്റിവിറ്റിയിൽ നിന്ന് നിങ്ങൾ പുറത്തു വരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഒരു വ്യക്തിയുമായിട്ട് ഭയങ്കരമായിട്ട് കുറേ നാളായിട്ട് നിങ്ങൾ വഴക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളുടെ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങളെ ശല്യം ചെയ്യുന്ന ആ ഒരു വ്യക്തി വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നില്ല. അതായത് നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ തടസ്സം സൃഷ്ടിക്കാൻ നിങ്ങളുടെ വഴിയിൽ ഇനി അവർ വരത്തില്ല. ഇവിടെ നിങ്ങൾക്ക് എപ്പോഴും ലൈഫിൽ എപ്പോഴൊക്കെ സന്തോഷം വരുമോ അപ്പോഴൊക്കെ പേടിയാണ്. അതായത് ഏതെങ്കിലും വ്യക്തി നിങ്ങളുടെ സന്തോഷത്തിന് തകർക്കാൻ വേണ്ടി വരുമോ, അവരെന്തെങ്കിലും തടസ്സം ആ സന്തോഷത്തിൽ സൃഷ്ടിക്കുമോ എന്നുള്ള പേടിയായിരുന്നു. ഇനി നിങ്ങൾ അത് ആലോചിച്ച് പേടിക്കേണ്ട. നിങ്ങളുടെ സന്തോഷം എന്താണോ അത് നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഇനി നിങ്ങൾക്കൊരു മനോബലം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിനി പഴയ ആ ഒരു സ്ഥിതി നിങ്ങൾക്കിനി ഫേസ് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾ വളരെ സ്മൂത്തായിട്ട് ലൈഫിനെ കാണുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ലീഗൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അതിൽ ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്ക് ഫേവറായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു.
ഇവിടെ നിങ്ങൾക്ക് അച്ഛനുമായിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് എങ്കിൽ, അച്ഛനുമായിട്ട് എന്തെങ്കിലും കാര്യത്തിന് പിണക്കമുണ്ട്, നിങ്ങൾ തമ്മിൽ വഴക്കുണ്ടായി, ഇല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു വസ്തു റിലേറ്റഡ് ആയിട്ട് അച്ഛനുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട് എങ്കിൽ അതൊക്കെ ആ ഒരു പ്രോബ്ലമൊക്കെ സോൾവ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഭൂമി സംബന്ധമായിട്ട് എന്ത് പ്രശ്നമായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ അച്ഛനുമായിട്ട് അല്ലെങ്കിൽ അച്ഛന് സമാനമായിട്ടുള്ള ആൾക്കാരുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എന്തുമായിക്കൊള്ളട്ടെ, അതിലൊരു മാറ്റം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ എന്തോ വലിയൊരു പ്രശ്നം അത് പെട്ടെന്ന് സോൾവ് ആകുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ആരെങ്കിലും നിങ്ങളിൽ നിന്ന് കള്ളം പറഞ്ഞ് ക്യാഷ് വാങ്ങിച്ചിട്ട് പിന്നെ നിങ്ങൾക്ക് തരാതിരുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ക്യാഷ് നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇനി വർക്ക് പ്ലേസിൽ ഏതെങ്കിലും വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉള്ള ആ ഒരു ബന്ധം വളരെ മോശമാണ്. ഇനി ബോസുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ലെങ്കിൽ അവരുമായിട്ടുള്ള ആ ഒരു ബന്ധത്തിൽ ഒരു നല്ല ഒരു പരിവർത്തനം, അതായത് ദേഷ്യത്തിലായിരുന്നു നിങ്ങൾ പരസ്പരം സ്നേഹമായിട്ട് സംസാരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് റിയാക്ഷൻ കൂടുതലായിട്ട് പോകുന്നവരാണ്, അതായത് പല കാര്യങ്ങൾക്കും ഭയങ്കരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. അതായത് നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ നിങ്ങളെയും കാട്ടി വയസ്സിന് മൂത്ത ആളായിരിക്കാം, പക്ഷേ നിങ്ങൾ അവരോട് റിയാക്റ്റ് ചെയ്യുന്ന രീതി പിന്നെ നമുക്ക് അവരെ മുഖത്ത് നോക്കാൻ പറ്റാത്ത രീതിയിലുള്ള റിയാക്ഷനായിരിക്കാം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത്. അപ്പോൾ ഇനി അതിലൊരു മാറ്റം വരാൻ പോകുന്ന സമയം നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്ത് പ്രോബ്ലം ആണെങ്കിലും അത് അവസാനിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ റീസെൻ്റായിട്ട് നിങ്ങൾ എവിടെയോ ഏതോ ഒരു സ്ഥലത്ത് പോയി പ്രാർത്ഥിച്ച് വന്നിട്ടുണ്ട്. അതായത് ദൈവമേ, എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മിറാക്കിൾ സംഭവിക്കണം, എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റത്തില്ല ആ ഒരു മിറാക്കിൾ, ആ രീതിയിലുള്ളൊരു മിറാക്കിൾ എൻ്റെ ലൈഫിൽ സംഭവിക്കണമെന്ന് നിങ്ങൾ എവിടെയോ പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ ചേഞ്ചസും മിറാക്കിളും സംഭവിക്കുന്നത്. ഇവിടെ എന്ത് കാര്യവുമായിട്ടാണ് നിങ്ങൾ കൂടുതലായിട്ട് കണക്റ്റായിട്ടിരിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുന്നത്. അത് ചിലപ്പോൾ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആഗ്രഹമായിരിക്കാം നിങ്ങളുടെ. ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് ഉറപ്പായിട്ടും സാധിക്കുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്ന അത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ എന്തായാലും പഴയ ആ ഒരു ലൂപ്പിൽ നിന്ന് പൂർണ്ണമായിട്ടും നിങ്ങൾ പുറത്ത് വരിക തന്നെ ചെയ്യും. അതായത് ഒരു ടെൻഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അടുത്ത ടെൻഷൻ വരുന്നു, അടുത്ത ടെൻഷനിൽ നിന്ന് പുറത്ത് വരുമ്പോൾ അതിൻ്റെ അടുത്ത ടെൻഷൻ വരുന്നു. അങ്ങനെ ഒരു പാറ്റേൺ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എങ്കിൽ അതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരുന്നതാണ്. ഇനി ദൈവത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടെ സ്പിരിച്വൽ ആവുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇപ്പോൾ മുന്നേയുള്ള ചാപ്റ്റർ പോലെയല്ല പുതിയ ചാപ്റ്റർ, നിങ്ങൾക്ക് ദൈവവുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവാൻ സാധിക്കും. ഇവിടെ ഒരു ഹീലറായിട്ട് ദൈവം എപ്പോഴും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു ഈ പുതിയ ചാപ്റ്ററിൽ. അതായത് ഏതെങ്കിലും സിറ്റുവേഷനിൽ നിങ്ങൾ ഡൗൺ ആയി പോയിട്ടുണ്ട് എങ്കിൽ അവിടെ ഒരു ഹീലറായിട്ട് ദൈവം ഏതെങ്കിലും രീതിയിൽ ഒരു വ്യക്തിയുടെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ഹീൽ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ആരാണോ നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചത് അവർക്ക് അവരുടെ ആ ഒരു കർമ്മത്തിൻ്റെ ബലം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് ആ ഒരു വ്യക്തിയെ അങ്ങനെ ബിസിയാക്കും. അവരുടെ ലൈഫിൽ കാര്യങ്ങൾ കൊണ്ട് അവർ ബിസിയായിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും സന്തോഷം വന്നാലും അവർക്ക് അതിൽ തടസ്സം സൃഷ്ടിക്കാൻ സാധിക്കത്തില്ല. അപ്പോൾ എന്തായാലും എന്തോ വലിയ ഒരു പ്രോബ്ലത്തിൽ നിന്ന് നിങ്ങളെ യൂണിവേഴ്സ് രക്ഷിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അത് ഈ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്ന എന്തെങ്കിലും വലിയ പ്രോബ്ലം ആയിരിക്കാം. അതിൽ നിന്ന് ഈസി ആയിട്ട് നിങ്ങളെ യൂണിവേഴ്സ് രക്ഷിച്ച് കൊണ്ടുവരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും എൻ്റെ ലൈഫിൽ യൂണിവേഴ്സിൻ്റെ ആ ഒരു ഇടപെടലുണ്ട് എന്ന്. അപ്പോൾ 369 ആ ഒരു എനർജി എപ്പോഴും നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ലൈഫിൽ മേജറായിട്ടൊരു പരിവർത്തനം ഉണ്ടാവാൻ പോകുകയാണ് എന്ന്. അപ്പോൾ നിങ്ങൾ ഒരു ന്യൂ ബിഗിനിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഒരു മേജർ ചേഞ്ചിൽ നിങ്ങൾക്ക് സഡനായിട്ട് എന്തോ ഒരു കാര്യം ഉറപ്പായിട്ടും പ്രാപ്തമാവുക തന്നെ ചെയ്യും. ഇനി ആൾക്കാർ നിങ്ങളെ കൂടുതലായിട്ട് ശ്രദ്ധിക്കും. അതായത് നിങ്ങൾക്കുള്ള ആ ഒരു അറിവ് മറ്റുള്ളവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അവർ നിങ്ങൾ പറയുന്നത് നല്ല ശ്രദ്ധയോടെ കേൾക്കും. കൂടാതെ നിങ്ങൾക്ക് എന്ത് പ്രശംസയാണോ ഇതുവരെ ലഭിക്കാത്തത് ആ ഒരു പ്രശംസ ഭയങ്കരമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥനകൾ ചെയ്യുന്നുണ്ടെങ്കിലും വളരെ പോസിറ്റീവായിട്ട് പറയുക. ഇമോഷണലായിട്ട് ഒരിക്കലും നെഗറ്റീവ് പറയരുത്. പോസിറ്റീവായിട്ട് മാത്രം പ്രാർത്ഥനകൾ ചെയ്യുക നിങ്ങൾ.
കാരണം നിങ്ങൾ എന്താണോ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത് പെട്ടെന്ന് ഫലിക്കുന്നുണ്ട്. അങ്ങനൊരു സമയമാണ് ഇപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയം. അതുകൊണ്ട് എന്താണോ ആഗ്രഹം അത് പോസിറ്റീവായിട്ട് പറയുക നിങ്ങൾ. എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നിങ്ങളുടെ ഹെൽത്ത് ഇഷ്യൂ എന്താണോ അത് പറയുക. എൻ്റെ ഈ ഒരു ഹെൽത്ത് ഇഷ്യൂ നേരെയാക്കി തന്നതിന് താങ്ക് യു സോ മച്ച് യൂണിവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം നിങ്ങൾ കുടിക്കുക. പുതിയ തുടക്കം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. അത് നിങ്ങൾ ഓർത്തു വച്ചോളൂ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നെഗറ്റിവിറ്റി, മോശം ദൃഷ്ടി, എന്തോ ഒരു ദശാകാലം നടക്കുകയാണ്, മോശം ദശാകാലം, അതിലെല്ലാം ഒരു പരിവർത്തനം നിങ്ങൾക്ക് ഉണ്ടാവുക തന്നെ ചെയ്യും. നിങ്ങളുടെ കൂടെ ന്യായം നല്ല രീതിയിൽ നടക്കുക തന്നെ ചെയ്യും. അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. കാരണം എനിക്ക് തോന്നുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. കാരണം അത്രയ്ക്ക് നല്ലൊരു പവിത്രമായ ശുദ്ധ ആത്മാക്കളാണ് നിങ്ങൾ. നല്ല കർമ്മം മാത്രം ചെയ്തു പോകുന്ന ആൾക്കാരാണ് നിങ്ങൾ. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് നിങ്ങളുടെ കൂടെ ന്യായം സംഭവിക്കാതിരിക്കും? ഉറപ്പായിട്ടും സംഭവിക്കുക തന്നെ ചെയ്യും. അങ്ങനെ തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ. ഇവിടെ ഈ കാണുന്ന ഏതോ ഒരു വ്യക്തിക്ക് ജാക്ക് പോട്ട് അടിക്കുമെന്നാണ് കാണാൻ സാധിക്കുന്നത്. അതായത് അവരുടെ ആ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ 195 നമ്പർ ഉണ്ട് എങ്കിൽ അവർക്ക് ഒരു ജാക്ക് പോട്ട് ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത്രയ്ക്ക് വിശേഷപ്പെട്ട നമ്പറാണ് 195. ചില ആൾക്കാർക്ക് 19/5/1987. അപ്പോൾ 5-ാം മാസം ചിലപ്പോൾ അത് നല്ലതല്ല. അപ്പോൾ 19/5 അങ്ങനെ നമ്പർ, ഇല്ലെങ്കിൽ 19/5/1985 അങ്ങനെയൊക്കെ വരത്തില്ലേ. പക്ഷേ ഇങ്ങനെയുള്ള വ്യക്തികളുടെ ലൈഫിൽ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും, അത് വേറെ കാര്യം. പക്ഷെ അവർ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നല്ല ഒരു സ്ഥലത്ത് എത്തിപ്പെടും. അതായത് അവർ ആഗ്രഹിച്ച പോലൊരു ജീവിതത്തിൽ അവർക്ക് എത്തിപ്പെടാൻ സാധിക്കും എപ്പോഴായാലും. അപ്പോൾ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 195 നമ്പർ കണക്റ്റ് ആയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക എപ്പോഴായാലും നിങ്ങൾ ഒരു പവറിൽ എത്തുക തന്നെ ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് എന്തോ ഒരു യോഗമുണ്ട്, അതായത് നല്ലൊരു യോഗം. ആ ഒരു യോഗം നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ എന്തോ വലിയൊരു വിഷമത്തിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും. 90 നമ്പർ നിങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെ ആ ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുകയാണ് എന്ന്. നിങ്ങളുടെ എന്തോ വലിയൊരു ആഗ്രഹം പൂർണ്ണമാകുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഇപ്പോൾ ഈ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന സമയം, അല്ലെങ്കിൽ കഴിഞ്ഞ സമയത്ത് നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ സ്ട്രഗിൾ മാത്രമാണ് അനുഭവിച്ചത് എങ്കിൽ ഇനി വരാൻ പോകുന്ന സമയം ഒരു രാജയോഗം പോലെയുള്ള സമയമാണ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവാൻ പോകുന്നത്. അപ്പോൾ ഒരു പേടിയും കൂടാതെ ഒരു ദുഃഖവും കൂടാതെ മുന്നോട്ട് പോവുക. ഒരു പുതിയ ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. പുതിയൊരു ചാപ്റ്ററിലേക്ക് നിങ്ങൾ കടക്കാൻ പോവുകയാണ്. ഒരു സമയം നിങ്ങളെ അതോറിറ്റിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. നിങ്ങളുടെ എല്ലാ കോംപ്രമൈസിനും ഉള്ള ആ ഒരു ഇത് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. കാരണം നിങ്ങളുടെ ത്യാഗവും നിങ്ങളുടെ കോംപ്രമൈസും എല്ലാം ദൈവം കണ്ടതാണ്. അതുകൊണ്ടാണ് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ നല്ലത് വരാൻ പോകുന്നത്. ഇത് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു ചേഞ്ചസ് വേണമെന്ന്. അതുകൊണ്ടാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ യൂണിവേഴ്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പോസിബിൾ അല്ലാതിരിക്കുന്നത് അതെല്ലാം പോസിബിൾ ആകുന്നതാണ്. ഇമ്പോസിബിൾ പോലും പോസിബിൾ ആവുന്നതാണ്. ഇനി ഒരു സാക്രിഫൈസിനും ഒരു കോംപ്രമൈസിനും നിങ്ങൾ തയ്യാറാവത്തില്ല. കാരണം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫ് റെസ്പെക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഹാപ്പിനെസ് അതിലായിരിക്കും കൂടുതലായിട്ട് നിങ്ങൾ ഇത് കൊടുക്കുന്നത്. നിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫ് സന്തോഷത്തോടെ നിങ്ങൾ ജീവിക്കണമെന്നാണ്. അവിടെ ഒരിടത്തും ഒരു കോംപ്രമൈസോ ഒരു സാക്രിഫൈസോ ഉണ്ടാവാൻ പാടില്ല. ഇത് മാത്രമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇനി ഉറപ്പായിട്ടും സന്തോഷത്തോടെ തന്നെ നിങ്ങൾ ജീവിക്കുന്നതാണ്. എന്ത് സന്തോഷ വാർത്ത കേൾക്കാനാണോ നിങ്ങൾ കാതുകൊണ്ട് ആഗ്രഹിച്ചത് ആ ഒരു സന്തോഷ വാർത്ത വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ്. ഇവിടെ നിങ്ങളിൽ പല ആൾക്കാരും ഇങ്ങനെ ചിന്തിക്കുന്നു, ഞാൻ മോശകർമ്മമൊന്നും ചെയ്യുന്നത് നല്ല കർമ്മമാണ് ചെയ്യുന്നത്, പിന്നെ എനിക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ മോശകർമ്മം അനുഭവിക്കേണ്ടി വരുന്നത് എന്ന്. അപ്പോൾ നിങ്ങളുടെ ആ ചോദ്യത്തിൻ്റെ ആൻസർ ഏതെങ്കിലും വഴിയിൽ കൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം നല്ല രീതിയിൽ ചെയ്യുന്ന ആളാണ്. ഒരു രീതിയിലും നിങ്ങളുടെ ഉത്തരവാദിത്വം ചെയ്യാതിരിക്കുന്നില്ല. അപ്പോൾ അത് ആലോചിച്ച് നിങ്ങൾ ഒരിക്കലും ടെൻഷൻ അടിക്കേണ്ട. നല്ല രീതിയിൽ നിങ്ങൾ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ മറ്റൊരു സിറ്റുവേഷനുമായിട്ട് കണക്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ദൈവത്തിൽ വിശ്വസിക്കുക. ഉറപ്പായിട്ടും ദൈവം ആ ഒരു സിറ്റുവേഷനെല്ലാം നിങ്ങളുടെ ഫേവറിലാക്കുന്നതാണ്. വെയിറ്റ് ആൻഡ് വാച്ച്. ആ ഒരു എനർജിയിൽ എപ്പോഴും ഇരിക്കാൻ ശ്രമിക്കുക. ചില കാര്യങ്ങൾക്ക് ക്ലാരിറ്റി നിങ്ങൾക്ക് തനിയെ ലഭിക്കുന്നതാണ്.
ഇവിടെ ഒരു വ്യക്തി ഒരു നാണയത്തിൻ്റെ ഇരുവശം പോലെയാണ്. ഒരു വശം അദ്ദേഹം കണ്ടു, എങ്ങനെയാണെന്ന് മനസ്സിലായി. ഇനി മറുവശം കാണാനുണ്ട്. അപ്പോൾ ആ മറുവശത്തിൽ നല്ല കാര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ലൈഫിൽ എന്തൊക്കെ കാര്യങ്ങളാണോ പഠിച്ചത്, അതായത് എന്തൊക്കെ പാഠങ്ങളാണോ പഠിച്ചത്, അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ. ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമഃ ശിവായ. താങ്ക് യു സോ മച്ച്.